എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ മസാല ചേർത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്, ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ഇതിലേക്ക് സ്പെഷ്യൽ മസാലകളൊക്കെ ചേരുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഇത് കഴിക്കാനായിട്ടും. ഇനിയിപ്പോ അപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിനും പൊറോട്ടയ്ക്കും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കിലോ അളവിലുള്ള കോഴി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകൾ കൂടെ ഒന്നെടുത്ത് വെക്കാം. ഇന്നത്തെ ചിക്കൻ റോസ്റ്റിനായിട്ട് ഞാനിവിടെ 8 സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള സവാള ചെറുതായത് കൊണ്ടിട്ട് 1-ന് 2 എണ്ണം വെച്ചിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സവാള വളരെ തിന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ സവാള മുഴുവനും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ചുവട് കട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഉരുളി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത സവാള ചേർക്കാം. ഇനി സവാള നല്ലോണം തന്നെ വഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്തൊന്ന് വഴറ്റാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റാം. പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുക. അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കണം. അതിനു മുമ്പായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ച് ചേർക്കാം. നമുക്കിവിടെ വെളുത്തുള്ളി ആവശ്യമായിട്ടുള്ളത് 2 ബോളാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 പച്ചമുളകും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. ചിക്കൻ പീസുകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് വേണം നമുക്കൊന്നും കൂടെ വഴറ്റിയെടുക്കാനായിട്ട്. ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചിക്കൻ പീസുകളൊന്ന് മുരിഞ്ഞു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലകൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 ടീസ്പൂൺ അളവിലെ മല്ലി, 2 ടീസ്പൂൺ അളവിലെ പെരിഞ്ജീരകം, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 5-6 ഏലക്ക, 5 ഗ്രാമ്പു, 8 കാശ്മീരി മുളക്, ഇതുപോലെ ചെറിയ ജാതിപത്രി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ കുരുമുളകും കൂടി ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് മസാലകൾ ചേർക്കാം. ഇനി മസാലകൾ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലകളൊന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരും ഇതൊന്ന് പൊടിച്ചുകൂടി വെക്കണം. ഇപ്പോൾ മസാലകൾ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എരിവെള്ള മുളക് പൊടി കൂടെ ചേർക്കാം. 2 സ്പൂൺ അളവിലാണ് എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ചൂടാറി വരുമ്പോൾ പൊടിച്ചുകൂടി എടുക്കണം. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച ചിക്കൻ പീസുകൾ ഒന്നും കൂടെ തുറന്നു നോക്കാം. നമ്മൾ ഇതുവരെയും ചിക്കനിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളമെല്ലാം വറ്റി നല്ല പോലെ ഒന്ന് ചിക്കൻ പീസുകൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാലകൾ ചേർക്കാം. മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തക്കാളി പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. ഇതുപോലുള്ള 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചേർക്കുവാണ്. തക്കാളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കണം. ഈ പീസുകൾ ഒന്നും കൂടെ വെന്ത് വരട്ടെ. അങ്ങനെ തക്കാളിയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം കൂടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാല എല്ലാം തന്നെ ചിക്കനിലേക്ക് പിടിച്ചിരിക്കുന്ന ഒരു പരുവത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 250 മില്ലി നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാളികേരപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം.
നാളികേരപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ മസാലയിൽ കിടന്ന ചിക്കൻ പീസുകൾ ഒന്നും കൂടെ വെന്ത് കിട്ടണം. അതിനായിട്ട് ഒന്നും കൂടെ ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നാളികേരപ്പാലൊക്കെ ചേർത്ത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതുപോലൊരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് കീറിയതിന് ശേഷം ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു റോസ്റ്റിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയിലൊക്കെ ചേർക്കാനാണ് താല്പര്യമെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും വീണ്ടും കാണാം.